ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നുമല്ലേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ഗ്യാസിൻ്റെ ഈ ഒരു ബേർണേഴ്സൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇത് ഉണങ്ങിയ സമയത്ത് ഇതുമ്മ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കാസ്റ്റ് അയൺ സപ്പോർട്ടും കൂടി ഉള്ളത് ആയത് കാരണം ഇതിൽ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഒത്തിരി കുറച്ച് കൂടുതൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം തുരുമ്പെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ കേട്ടോ. ഞാൻ സാധാരണയായിട്ട് നമ്മുടെ എന്താ പറയുക, സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ടിഷ്യൂമ ആക്കിയിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഒന്ന് ഇരിക്കുമ്പോഴേക്ക് തന്നെ അത് സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം ഇതെടുത്ത് നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കും. ഇങ്ങനെ കേട്ടോ ചെയ്യൽ. പിന്നെ ഈ സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു കണ്ടെയ്നറിൽ എന്താ പറയുക, പഴയതൊന്നും മാറ്റിയിട്ട് ഇതിലേക്ക് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ പറയുക, ആക്ച്വലി ഇത് സോൾട്ട് മാറ്റാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പെപ്പർ മിൽ. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതിയിട്ട്, അത് ഓറഞ്ച് കളറാണല്ലോ, അപ്പോൾ അത് വെക്കാൻ നേരത്ത് അതിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സോൾട്ടിൻ്റെ കണ്ടെയ്നറും കൂടിയിട്ടൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാട്ടാ ഞാൻ പറഞ്ഞ ഒരു പെപ്പർമിൽ, ഇത് പുതിയതാട്ടാ എൻ്റെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. മാച്ചായിട്ട് വെക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും ഒരുപോലത്തെ ഷെയ്ഡിൽ വരുന്ന ഒന്നല്ല കേട്ടോ. ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ. മറ്റേ ആ സോൾട്ട് ഇട്ട് വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നറിൽ എന്താ പറയുക, ആ ഒരു ജാറിൽ റെഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും അത്രയ്ക്ക് റെഡ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, കാണുമ്പോൾ നല്ല മാച്ചായിട്ട് ഇരുന്നോളും. എനിക്കിങ്ങനെ ആക്കി വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. കിച്ചണിൽ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം അതാട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നിപ്പോൾ ഈ ഒരു ടി വി ഒക്കെ വെക്കുന്ന ആ ഒരു ഏരിയയിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഇതിൻ്റെ അടിയിൽ ഡ്രോയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടി വി കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇവിടെ മോൾക്കൊരു പൂച്ചക്കുട്ടി ഉണ്ട്. അതെപ്പോഴും വന്നിട്ട് കിടക്കണ ഒരു സ്ഥലമാട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് നിന്ന് കിടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫെയറൊക്കെ ഇതുമ്മ ആയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഇങ്ങനെ ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും അതിങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, മെത്തേഡിൻ്റെ വുഡ് ക്ലീനർ കിട്ടും.
നമുക്ക് വുഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇത് കിട്ടും, ക്ലീനർ കിട്ടും. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിങ്ങനെ ഒരു വൈറ്റിൽ ഒരു ഇത് വരുന്നത് കുഴപ്പമില്ല, നമ്മൾ വൈപ്പ് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇത്. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു വൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചു മാറ്റും. അത്രയേ ഉള്ളൂ. നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആട്ടോ. ഇത് ഞാനിങ്ങനെ ഒരു ട്രെയിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇത് ഞാനിപ്പോൾ ഇവിടെ തുടക്കാൻ നിന്ന് ഈ ഒരു സമയത്ത് ഞാനിതൊന്ന് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഇപ്പോൾ ഇതെടുത്ത് ഇവിടേക്ക് വെച്ച് കൊടുക്കണേ. ഇത് നമുക്ക് ഐക്കിയിൽ കിട്ടും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തോന്നും കേട്ടോ, പക്ഷേ ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇതുപോലത്തെ 3 എണ്ണം ഈ ഒരു ട്രെയിമേലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചെടുക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി നാളായിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ. പിന്നെ കുഞ്ഞുള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഈ ഒരു കുഞ്ഞുള്ളി സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ഇന്ത്യൻ ഷോപ്പിൽ മാത്രമാണ് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. മറ്റേ വെല്ലുള്ളിയില്ലേ സവാള, അത് നമുക്ക് എല്ലായിടത്തും മിക്കയിടത്തുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഈ കുഞ്ഞുള്ളി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഷോപ്പിലാണ് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഇതില്ലെങ്കിൽ ചിലപ്പോൾ അല്ല, ഇതില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ചില കറികൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ വന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കാരണം എനിക്കിതില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സവോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ ഇതില്ലെങ്കിൽ ചെയ്യും കേട്ടോ. പക്ഷേ എന്നാലും ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പം എനിക്കതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് കുഞ്ഞുള്ളി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു കണ്ടെയ്നറിലേക്ക് ഒന്ന് ആക്കി കൊടുത്തതാ. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, മഞ്ഞ കളറെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, മഞ്ഞയും വെള്ളയൊക്കെ ആയിട്ട്. ഇത്തവണ പേർപ്പിൾ കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ശരിയാക്കി അതിൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇട്ട് വയ്ക്കാനുണ്ട്, വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ റീസെൻ്റായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴാട്ടോ എനിക്ക് പഴയ വീഡിയോസിന് വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായത്. ഞാൻ ശരിക്കും കാണലുണ്ടായിരുന്നില്ല, അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് നമുക്ക് എപ്പോഴും കാണിക്കുക, മെയിൻ പേജിൽ കാണിക്കുക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് കാണുന്നതനുസരിച്ചിട്ട് റിപ്ലൈ കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകട്ടോ, അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അനാലിറ്റിക്സിലെടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ പഴയ വീഡിയോസിനൊക്കെ കുറച്ച് ആൾക്കാരെല്ലാം കമൻറ്റ് ഇട്ടിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സോറി, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ അവർക്കൊക്കെ കമൻറ്റിന് റിപ്ലൈ ഞാൻ കൊടുത്തു കേട്ടോ. ചില കമൻസൊക്കെ 3 മാസം 4 മാസം മുന്നേയൊക്കെ അവരിട്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കമൻസ് വന്നിട്ട് അതിങ്ങനെ പിന്നിലേക്കാവുമല്ലോ. പുതിയത് വരുമ്പോൾ പുതിയതല്ലേ മുന്നിലേക്ക് വരിക. അതിപ്പം പ്രത്യേകിച്ച് നമ്മുടെ വേറെ വീഡിയോ അല്ലേ, പഴയ വീഡിയോയ്ക്ക് കമൻറ്റ് വരുമ്പോഴത്തേക്ക് നല്ലോണം ബാക്കിലേക്ക് പോവും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഞാനിപ്പോൾ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, റിയലി സോറി. അയ്യോ, കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നല്ല, റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാട്ടാ. അപ്പം അതിൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, അത് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ചിലർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കലുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടണം, ഇട്ടില്ലാത്തതുകൊണ്ട്
ഇടാഞ്ഞിട്ടാണ് റീച്ച് പോവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, അത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ചിലതിനൊക്കെ വ്യൂസ് പറയുമ്പോൾ എനിക്കൊരു മടി വരും കേട്ടോ. അപ്പം ശരിയാണ്, ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ വന്നിട്ട് അത് വേറെ ഓരോ കാര്യങ്ങളിൽ തിരക്കായി പോകുമ്പോൾ നമുക്കൊരു മടിയൊക്കെ വരുമല്ലോ, മനുഷ്യന്മാരല്ലേ, അപ്പം മടിയൊക്കെ വരുമല്ലോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വ്യൂസൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും, അയ്യോ എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്, അപ്പോൾ എനിക്ക് എന്താ പറയുക വീഡിയോസ് അങ്ങനെയൊക്കെ. ഇതൊരു ഇതായിട്ട് പറയുന്നൊന്നല്ല. അപ്പോൾ എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് അനുസരിച്ചിട്ടുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പേരുടെ ചാനലിലൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഒരുപാട് വ്യൂസ് കുറവുള്ളേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇതേ അല്ല. പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആളെനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും കേട്ടോ. എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെയും ആൾ കമൻറ്റ് ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആൾ മാത്രമല്ല, വേറെ 1-2 ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ. പിന്നെ വേറൊന്ന് തംബ്നെയിൽസൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ഭംഗിയിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാറുണ്ട്. അപ്പോഴാണ് ക്യാച്ച് ആവുക എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കഴിവൊന്നും ഇല്ല കേട്ടോ തംബ്നെയിൽ ഉണ്ടാക്കാനൊന്നും. എനിക്കെങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് ഒരുവിധം ഒന്നറിയാമെന്നല്ലാണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ ഒരുപാട് ക്യാച്ചി ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും തംബ്നെയിൽ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ തംബ്നെയിൽസൊക്കെ അങ്ങനെ ആയിപ്പോണം. അപ്പോൾ ആളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തംബ്നെയിൽ കുറച്ചുകൂടെ ക്യാച്ചി ആക്കൂ, കണ്ടൻറ്റ് ഇഷ്ടമാണ്, അപ്പം ആ കണ്ടൻറ്റിലുള്ള അതേ കാര്യം തംബ്നെയിലും കൂടെ എന്താ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അത് ക്യാച്ച് ആയിരിക്കും, അപ്പോൾ റീച്ച് നല്ലോണം പോവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എന്നിട്ട് കുറേ കലാപരിപാടിയൊക്കെ കാണിച്ചു നോക്കിയിട്ടാണ് തംബ്നെയിൽ ഉണ്ടാക്കാൻ. എനിക്കറിയില്ല അത് ഉണ്ടാക്കാൻ. എന്നിട്ടും അറിയണ പോലെയൊക്കെ കേട്ടോ ഇപ്പം തംബ്നെയിൽ ഉണ്ടാക്കി ഇടൽ. ഞാനത് ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, ട്രൈ ചെയ്തിട്ടും ചിലർക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ ഡിസൈനിങ് ഒക്കെ ഭയങ്കര കഴിവുണ്ടായിരിക്കില്ലേ. അപ്പോൾ എനിക്കത് അറിയില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ തംബ്നെയിൽസൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശരിയാക്കാൻ നോക്കാം. ഇനിയിപ്പോൾ ഫ്ലോർ ഒന്ന് മോപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി യൂസിന് എപ്പോഴും യൂസ് ചെയ്യുക ഈ സ്പ്രേ മോപ്പില്ലേ നമ്മുടെ, അതാട്ടാ. എന്താ പറയുക, ഡീപ്പായിട്ടുള്ള തുടയ്ക്കൽ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് മറ്റേ മോപ്പ് എടുക്കുള്ളൂ. മറ്റേ സ്പിന്നറില്ലേ, സ്പിൻ ചെയ്തിട്ടുള്ള മോപ്പ് അതെടുക്കുള്ളൂ. അല്ലാണ്ട് ഡെയിലി നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡെയിലി ഈ ഒരു സ്പ്രേ മോപ്പ് യൂസ് ചെയ്തിട്ട് തുടയ്ക്കണോണ്ട് തന്നെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ സ്പ്രേ മോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ, അത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ മറ്റിനെ പോലെ നമ്മളിങ്ങനെ കുറേ വെള്ളം നിറയ്ക്കുക, സ്പിൻ ചെയ്യുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ കിട്ടും, അതിൻ്റെ കൂടെ അതിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത് അതും കുറച്ച് വെള്ളം കൂടിയിട്ട് നിറച്ച് കൊടുക്കുക. ഞാനിടയ്ക്ക് ഇതുപോലെ ഡെറ്റോൾ, ഇന്നിപ്പോൾ ഡെറ്റോളാട്ടാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത്, വെള്ളം കൂടി ചേർത്തിട്ട്. ചില സമയത്ത് നമ്മുടെ എന്താ പറയുക ഫ്ലോർ ക്ലീനറില്ലേ അതും യൂസ് ചെയ്യും. അങ്ങനെ മാറി മാറി യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതുമേലേക്ക് നിറച്ച് കൊടുത്തിട്ട്, ഇപ്പം നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ശരിക്കും കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ഉണ്ടാവും. എല്ലാ ദിവസവും നിറയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് എന്താ പറയുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വീട്ടിൽ ഈ ഒരു സ്പ്രേ മോപ്പ് എന്ന് പറയുന്ന കാര്യം. ഇത് പിന്നെ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ എന്താ പറയുക ബെഡിൻ്റെ ഫ്രെയിമിൻ്റെ ആ ഒരു കോർണേഴ്സൊക്കെ ഇല്ലേ, അവിടേക്കൊക്കെ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ആക്കിയിട്ടൊക്കെ എന്തായാലും പറയുക ഇങ്ങനെ എഡ്ജസൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്പ്രേ മോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ മോപ്പ്. എനിക്ക് മറ്റേതിനേക്കാളും സ്പ്രേ മോപ്പ് യൂസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതാകുമ്പം ഒട്ടും മെസ്സിയല്ല, ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ അങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഫ്ലോറൊക്കെ. ഇതിപ്പോൾ ബെഡ്റൂമിലെ ഫ്ലോറ് ഒന്ന് തുടയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇന്നിപ്പോൾ പുട്ടും ചിക്കൻ കറി ആട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ പുട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറി, ചിലപ്പോഴൊക്കെ നമ്മുടെ ഞണ്ട് കറിയില്ലേ അത്, ചിലപ്പോൾ അങ്ങനെ ബീഫ് കറി, ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ മാറി മാറി ഓരോന്ന് ഉണ്ടാക്കും കേട്ടോ. പുട്ട് ഉണ്ടാക്കണ ദിവസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളും, നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്, നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. വെല്ലുള്ളി, സവോള,
പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഈ കുഞ്ഞുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ചിക്കൻ കറിയുടെ കൂടെ തന്നെ കുറച്ചൊരു ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് കരുതിയിട്ടാ. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും ഇനി എന്താ പറയുക, ഞാൻ എന്തായാലും ഒരു ബീഫിൻ്റെ കറിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടില്ല അത്. അപ്പോൾ ഞാൻ കരുതി ഫ്രൈ ആക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് തന്നെ നന്നാക്കി എടുക്കുകയാണ്. ഇങ്ങനെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സൈഡിലേക്ക് പോകാമല്ലോ. പിന്നെ എപ്പോഴും കൈയൊന്നും വെറ്റൊക്കൊന്നും വേണ്ടല്ലോ. ഞാൻ അങ്ങനെയാട്ടാ ചെയ്യൽ. ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ചിക്കൻ കറി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായിട്ടുള്ള അങ്ങനെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നല്ല. സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഈ പുട്ടിൻ്റെ എല്ലാം കൂടെയില്ലേ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടാ ഈ ഒരു കറി. നാടൻ സ്റ്റൈലിലുള്ള കറി എന്ന് വേണമെങ്കിലും പറയാട്ടാ. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുമേലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില തന്നെ കേട്ടോ. നമ്മൾ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വേപ്പില എന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഈ വേപ്പില എന്ന് പറയുന്നത് മറ്റേ കയ്പുള്ള സാധനമല്ലേ, ഇത് കറിവേപ്പിലല്ലേ ഇട്ടത് എന്നൊക്കെ. അതേട്ടാ, കറിവേപ്പില തന്നെയാണ് ഞാൻ വേപ്പില എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളങ്ങനെ പറയുന്ന കാരണം അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. മറ്റേതിന് നമ്മൾ സാധാരണയായിട്ട് ആര്യവേപ്പെന്നാണ് പറയുക. ആ കയ്പുള്ള സാധനമില്ലേ, അതിന് ആര്യവേപ്പെന്ന് പറയലുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. ഞാൻ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉദ്ദേശിച്ചത് കറിവേപ്പില തന്നെയാണ്. ഇതിലേക്ക് ഞാൻ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ വഴണ്ട് വന്നപ്പോഴേക്ക് അതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുള്ളി കട്ട് ചെയ്തിട്ടല്ല, അതങ്ങനെ തോല് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ നന്നാക്കിയിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇടുമ്പോഴാട്ടാ ഒരു പ്രത്യേക കറിയൊക്കെ ആയി കഴിയുമ്പോഴും ഇതെങ്ങനെ അതിനകത്ത് കിടക്കുന്നുണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴേക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇപ്പം മസാലയൊന്നും ഇതിലേക്ക് ചേർത്തിട്ടൊന്നുമല്ല ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ചിക്കനും കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇതിനകത്തിന് മസാല ചേർക്കാനുള്ളത് ഞാൻ മസാല സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിയൊക്കെ നല്ലോണം ചൂടായി കിടക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ മസാല ഇതിലേക്കിട്ട് മൂപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെ അത് എടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കരിഞ്ഞു പോക്കുണ്ട്. എനിക്കങ്ങനെ കറക്റ്റ് പാകം നോക്കാനൊന്നും അറിയൊന്നുമില്ല. ഞാനിത് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. തിരിച്ച് വന്നിട്ടുണ്ടാകുമ്പം സാധാരണ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത് മനസ്സിലാവും. പക്ഷേ ഈ കാസ്റ്റ് അയൺ ചൂട് ഭയങ്കരമായിട്ട് പിടിച്ചാൽ കിടക്കുന്നുണ്ടാവുക ഈ പാത്രം. അപ്പോൾ ഒന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാൻ നിൽക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്കുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാലേൻ്റെ ആ ഒരു പച്ചക്കുത്ത് വരില്ലേ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വേറൊരു പാനിൽ മസാല ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താ പറയുക കുറച്ച് മാത്രം ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടിയിട്ട് ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഞാൻ എല്ലാ സമയത്തൊന്നും ചേർത്ത് കൊടുക്കലില്ല.
ഇടയ്ക്ക് വല്ലപ്പോഴും ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത്രയും മാത്രമാണ് ചേർത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക. ചിക്കൻ കറി മാത്രമല്ല, ബീഫും അങ്ങനെയെല്ലാം ഉണ്ടാക്കുക. ഈ ചിക്കൻ മസാല ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ആ ഒരു ടേസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നിപ്പോൾ ഇതാ ചിക്കൻ കറിയിലെല്ലാം കൂടി ചേർത്തിട്ട് അതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന്, ഞാൻ വെള്ളം ചേർക്കണില്ല, ചിക്കൻ എന്നുള്ള വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അത് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ആ ബീഫും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ബീഫ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് നന്നായിട്ട് വഴണ്ട് നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് ശരിക്കും ഇഷ്ടം ചിക്കനേക്കാളും പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം ബീഫാട്ടാ. ബീഫ് കഴിക്കാൻ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ എന്തായാലും എന്താ പറയുക, ബീഫ് ഇതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ചിലതൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ലേ, അതുകൊണ്ടൊന്ന് പറഞ്ഞതാട്ടാ. അപ്പോൾ ഇനി പുട്ടും കൂടെ ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാ എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ സ്പീഡ് കൂടിപ്പോകുമ്പോൾ തെറ്റിപ്പോണതാട്ടാ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നുപോലെ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.